ദേശീയപാതയിൽ കെഎസ്ആർടിസി ബസ്സുകളുടെ മത്സരയോട്ടം പയ്യന്നൂരിൽ കാണും. അരുൺ പൂപ്പറമ്പ വിവരങ്ങളുമായി ചേരുകയാണ്. അരുൺ, കഴിഞ്ഞ സർക്കാരിന്റെ കാലത്ത് ഈ കെഎസ്ആർടിസി ബസ്സുകളുടെ പിന്നിൽ ഈ വാഹനം അപകടകരമായി ഡ്രൈവ് ചെയ്യുന്നുണ്ടെന്ന് തോന്നിയിട്ടുണ്ടെങ്കിൽ ദൃശ്യങ്ങളടക്കം അയക്കാനുള്ള സംവിധാനമടക്കം ഉണ്ടാക്കി വെച്ചിരുന്നു. എന്തിനാണ് കെഎസ്ആർടിസി ബസ്സുകൾ മത്സരിക്കുന്നത്? മാധു, ഇത് സമയക്രമത്തിന്റെ ഒരു പ്രശ്നം കൂടിയുണ്ട്. അതായത് പയ്യന്നൂർ കാഞ്ഞങ്ങാട് റൂട്ടിൽ ഒരേ സമയത്ത് ഏകദേശം ഒരേ സമയത്ത് ഓടുന്ന 2-3 മിനിറ്റിന്റെ വ്യത്യാസം മാത്രമേ ഉള്ളൂ. 3 ബസ്സുകളാണ്. അതിൽ 2 KSRTC ബസ്സുകൾ, ഒരു പ്രൈവറ്റ് ബസ്. അങ്ങനെയാണ് ഈ മത്സരമോട്ടം ഉണ്ടാകുന്നത്. 2 KSRTC ബസ്സിൽ ഒരു KSRTC ബസ് മംഗളൂരുവിലേക്കാണ് പോകുന്നത്. ഒന്ന് കാഞ്ഞങ്ങാട് വരെയാണ് ഇതിന്റെ സർവീസ് ഉള്ളത്. ഈ പ്രൈവറ്റ് ബസ്സാണെങ്കിൽ കാസർഗോഡ് വരെയാണ് ഉള്ളത്. അപ്പോൾ ഈ 3 ബസ്സും ഒരേ സമയത്ത് ഈ റൂട്ടിൽ ഓടുന്നു. ഈ പ്രൈവറ്റ് ബസ്സിനെ മറികടക്കുന്നതിന് വേണ്ടിയാണ് KSRTC ബസ് അമിത വേഗതയിൽ ഓടുന്നത്. പ്രൈവറ്റ് ബസ് 3 മിനിറ്റ് മുമ്പാണ് ഈ KSRTC ബസ്സിന് മുമ്പിൽ സർവീസ് നടത്തുന്നത്. അപ്പോൾ ഈ ബസ്സിനെ മറികടന്ന് നീലേശ്വരവും കാഞ്ഞങ്ങാട് എത്തുമ്പോൾ മറികടക്കുന്നതിന് വേണ്ടിയാണ് ഈ അമിത വേഗതയിൽ ഈ KSRTC ബസ്സുകൾ ഓടിക്കുന്നത്. യാത്രക്കാർ പറയുന്നത് സ്ഥിരമായി ഈ റൂട്ടിൽ ഇതേ സമയത്ത് ഈ അമിത വേഗത, ഈ മത്സരയോട്ടം ഉണ്ടാകാറുണ്ട് എന്നതാണ് പ്രധാനപ്പെട്ട കാര്യം. ഇത് ദേശീയപാതയാണ്. ദേശീയപാതയിൽ നിർമ്മാണം പൂർണ്ണമായും കഴിയാത്ത, അതായത് ദേശീയപാത നവീകരണം പൂർണ്ണമായും കഴിയാത്ത ഭാഗമാണ് ഈ കാഞ്ഞങ്ങാട് അല്ലെങ്കിൽ പയ്യന്നൂർ മുതൽ കാഞ്ഞങ്ങാട് വരെയുള്ള ഭാഗം. അപ്പോൾ സ്വാഭാവികം അവിടെ അമിത വേഗത ഉണ്ടായാൽ പെട്ടെന്ന് ഈ സർവീസ് റോഡുകളിലേക്കൊക്കെ വെട്ടിച്ച് തിരിച്ചു മാറ്റുന്ന കാഴ്ചകളൊക്കെ കാണാറുണ്ട്. അതായത് കട്ട് ചെയ്ത് സർവീസ് റോഡുകളിലേക്ക് കയറേണ്ടതാണ്. അങ്ങനെ പല അപകടങ്ങളും കാണാറുമുണ്ട്. അപ്പോൾ സ്വാഭാവികമായും ഇങ്ങനെ അമിത വേഗത്തിൽ ഓടിക്കഴിഞ്ഞാൽ ദേശീയപാതയിൽ അപകടങ്ങൾ ഉണ്ടാകുമെന്ന കാര്യത്തിൽ സംശയമില്ല. KSRTC കണ്ടക്ടറുമായി നമ്മൾ സംസാരിച്ചിരുന്നു. അപ്പോൾ പറയുന്നത് ഈ സ്വകാര്യ ബസ് സമയം തെറ്റിച്ച് ഓടിച്ചു എന്നതാണ് അവരുടെ വിശദീകരണം. അതുകൊണ്ടാണ് അവരുടെ സമയത്ത് ഈ പ്രൈവറ്റ് ബസ് സമയം തെറ്റിച്ച് ഓടിച്ചു എന്നതാണ് ഈ KSRTC കണ്ടക്ടർ സംസാരിക്കുമ്പോൾ അവർ വിശദീകരിക്കുക. എന്തായാലും അമിത വേഗതയിലാണ് ഈ 2 KSRTC ബസ്സുകളും ഓടിച്ചത്. ഒന്ന് മംഗളൂരുവിലേക്ക് പോകുന്നതും ഒന്ന് കാഞ്ഞങ്ങാട് വരെ സർവീസ് നടത്തുന്നതുമാണ്. എന്തായാലും ഈ കണ്ടക്ടർ ഈ ആവർത്തിച്ച് ഈ ഡബിൾ ബെൽ അടിക്കുന്നത് നമുക്ക് ദൃശ്യത്തിൽ വ്യക്തമായി കാണാം. അതായത് അത് യാതൊരു എതിർപ്പും പറഞ്ഞില്ലേ? ഇതിപ്പോ ശരിയാണ്, നല്ല റോഡിലൂടെയാണ് ബസ് യാത്ര ചെയ്യുന്നത്. പക്ഷെ അപ്പോഴും അപകട സാധ്യത വലുതാണല്ലോ അരുൺ. മാധു, തീർച്ചയായും നമ്മൾ കഴിഞ്ഞ ദിവസം ദേശീയപാതയിൽ അപകടം കണ്ടതാണ്. ഒരു സ്വകാര്യ ബസ് അപകടത്തിൽപ്പെട്ടത് അമിത വേഗതയിൽ ഓടിച്ചത് കൊണ്ടാണ്. സ്വാഭാവികമായും അത്തരം അപകടങ്ങൾ ആവർത്തിക്കാതിരിക്കുന്നതിന് വേണ്ടിയുള്ള ഇടപെടൽ ഉണ്ടാകും എന്നതാണ് മോട്ടോർ വാഹന വകുപ്പിന്റെ ഒക്കെ അവർ പറയുന്നത്. പക്ഷേ ഈ ബസ്സിൽ നമ്മൾ കൃത്യമായി കാണാം. ഞാൻ അതാണ് സൂചിപ്പിച്ചത്. ഈ ബസ് ഇതിന് മുന്നിൽ മറ്റൊരു KSRTC ബസ്സുണ്ട്. അതിന് മുന്നിലാണ് ഈ സ്വകാര്യ ബസ് ഉള്ളത്. അപ്പോൾ ആ സ്വകാര്യ ബസ്സിനെ മറികടക്കുന്നതിന് വേണ്ടി കണ്ടക്ടർ ആവർത്തിച്ച് ഡബിൾ ബെല്ലടിക്കുകയാണ്. ദേശീയപാതയിൽ ബെല്ലടിക്കേണ്ട മറ്റൊരു സാഹചര്യം അവിടെ ഇല്ല. ഏതെങ്കിലും ഒരു സ്റ്റോപ്പ് അവിടെ ഇല്ല. സ്റ്റോപ്പിൽ നിർത്തേണ്ടതോ യാത്രക്കാരെ ഇറക്കേണ്ടതുമായിട്ടുള്ള സാഹചര്യമില്ല. ഡബിൾ ബെല്ലടിച്ച് അമിത വേഗതയിൽ പോകണം, ആ ബസ്സിനെ മറികടക്കണം എന്നുള്ള സിഗ്നലാണ് ഡ്രൈവർക്ക് നൽകുന്നത്. ദൃശ്യങ്ങളടക്കമാണ് പുറത്തു വന്നിരിക്കുന്നത്. KSRTC ബസ്സുകൾ മത്സരിച്ച മുന്നോട്ട് പോകുന്നതിന്റെ ദൃശ്യങ്ങൾ. സ്വകാര്യ ബസ്സിനെ മറികടക്കാനുള്ള ശ്രമത്തിന്റെ ഭാഗമായിട്ടാണ് ഈ മത്സര ഓട്ടം എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അപകടകരമായ സാഹചര്യമാണ്. കഴിഞ്ഞ ദിവസമാണ് നമ്മൾ കണ്ടത് 10 പേർ അപകടത്തിൽപ്പെട്ട ഒരു കാഴ്ച. അതും ദേശീയപാതയിൽ തന്നെയാണ് എന്നത് ഓർക്കേണ്ടതുണ്ട്. മഴയൊക്കെ പെയ്ത് കിടക്കുന്ന സാഹചര്യത്തിൽ ഇത്രത്തോളം, അതും KSRTC ബസ്സാണ്, ഇത്രയും വലിയൊരു വാഹനം കൈകാര്യം ചെയ്യുമ്പോൾ ഇത്രയധികം ആളുകളുടെ ജീവനും സുരക്ഷയും ഒക്കെ കയ്യിൽ പിടിച്ചു പോകുമ്പോൾ എങ്ങനെയാണ് ഇത്രത്തോളം ഉത്തരവാദിത്തരഹിതമായി മുന്നോട്ട് പോകാൻ കഴിയുന്നത് എന്നതാണ്.